الحمد لله الودود أمرنا بالوفاء بالعهود وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله أصدق الناس وعدا وأوفاهم عهدا اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله أولا ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بلى من أوفى بعهده واتقى فإن الله يحب المتقين സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. പിന്നെയും ഒരു ജുമാ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യദിവസം നമ്മുടെ ആരുടെയും അവകാശം കൊണ്ടല്ല, ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും നൽകുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഒരു പുണ്യദിവസവും കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ കുറവുകൾ പഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. എന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ജൂലൈ മാസം 17-ാം തീയതിയാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജൂലൈ മാസം 18-നാണ് ചെറിയ മണൽപ്പറമ്പുകൾ പോലെ നിരന്ന് നിന്നിരുന്ന 7 കൊച്ചു നാടുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു രാജ്യമായി തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ദിവസം ജൂലൈ 18. അതുകൊണ്ട് തന്നെ ആ ചരിത്ര മുഹൂർത്തം ഓർത്തുകൊണ്ട് ആ മഹാസംഭവം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് ഒരുമയുടെ, ഐക്യത്തിൻ്റെ, പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെ, ആദരവിൻ്റെ സന്ദേശം പങ്കുവെക്കാനാണ് ഇന്നത്തെ ജുമായിലൂടെ നിർദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാതലായ സന്ദേശം യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും, അതുപോലെയുള്ള അനേകം വചനങ്ങൾ അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് ജീവിതത്തിൽ നിലനിർത്തുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് നിസാഇൻ്റെ 59-ാമത്തെ വചനം, സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ, ഈമാനുള്ളവർ, മൂമിൻ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന, അഭിമാനിക്കുന്ന സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും അനുസരിക്കണം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അതുമാത്രമല്ല വ ഉലിൽ അംരി മിൻകും, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, മറ്റ് ഈമാൻ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു, അവൻ്റെ പ്രവാചകരെ സ്വീകരിക്കുന്നു, അവൻ്റെ ചര്യ പിന്തുടരുന്നു. അവിടെ മാത്രം നിൽക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ കൂട്ടുജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനമായും നിങ്ങൾ ഓർക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സന്ദേശമുണ്ട്. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ, അവരെയും നിങ്ങൾ അനുസരിക്കുക. ആരാണ് കൈകാര്യകർത്താക്കൾ? പല അർത്ഥത്തിൽ ബാധകമാകുന്ന വിഷയമാണ്. കുടുംബത്തിലൊരു കുടുംബനാഥനുണ്ട്. ഒരു സ്ഥാപനത്തിന് ഉടമസ്ഥനോ ഉത്തരവാദിത്തപ്പെട്ട ആളോ ഉദ്യോഗസ്ഥനോ ഉണ്ട്. അതുപോലെ ഒരു നാടിന്, ഒരു ജനതയ്ക്ക്, ഒരു പ്രസ്ഥാനത്തിന്, ഒരു സംഘത്തിന് ഒക്കെ നേതാവും ഉത്തരവാദിത്തം ഏറ്റെടുത്തവരുമുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ, ഭരണകൂടത്തെ, നമുക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമുക്ക് വേണ്ടി ആലോചിക്കുന്ന, കാര്യങ്ങൾ തീരുമാനിക്കുന്ന, നടപ്പിലാക്കുന്ന നാടും അതിൻ്റെ ഔദ്യോഗികമായ ഭരണ സംവിധാനവും അത് കൈകാര്യം ചെയ്യുന്ന ആളുകളും അവരെയെല്ലാം അനുസരിക്കുകയും അച്ചടക്കവും അനുസരണവും കാണിക്കുകയും നന്ദിയും കൂറും പുലർത്തുകയും വേണം. ഇത് ഈ വചനത്തിൻ്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശമാണ്. ഒന്നുമല്ലാതിരുന്ന മരുഭൂമിയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, പലപ്പോഴും പലരും അസൂയയോടെ നോക്കുന്ന
UAEയുടെ പുരോഗതിയും വളർച്ചയുമെല്ലാം. അതിൻ്റെ എല്ലാം ഏറ്റവും കാതലായ വിഷയം ഈ നാട്ടിലെ ഇതിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഒരുമയുടെയും ശക്തിയാണ്, കരുത്താണ്. നാടിൻ്റെ പേര് തന്നെ അൽ ഇമാറാത്തുൽ അറബിയത്തുൽ മുത്തഹിദ എന്ന അറേബ്യൻ ഐക്യനാടുകൾ. ഇത്തിഹാദ്, ഒരുമ, ഐക്യം സാധ്യമായിട്ടുള്ള നാടാണ്, രാജ്യമാണ് എന്നത് അവകാശപ്പെടുകയാണ് പേരിലൂടെ തന്നെ. പറയാതെ തന്നെ നമുക്കറിയാം എന്തെല്ലാം ഒരിക്കലും സങ്കല്പങ്ങളിൽ പോലും സാധ്യമല്ലാത്ത വമ്പിച്ച വിജയങ്ങളാണ്, നേട്ടങ്ങളാണ്, പുരോഗതിയാണ്. എന്തെല്ലാം ലോകത്തിന് മുന്നിൽ അവർ കാഴ്ചവെക്കുന്നു, എന്തെല്ലാം സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, സഹായങ്ങൾ, ജീവകാരുണ്യ സേവനങ്ങൾ ലോകത്ത് മുഴുവൻ അവർ നൽകുന്നുണ്ട്. എല്ലാ നാട്ടുകാർക്കും, എല്ലാ ജാതിക്കാർക്കും ഇവിടെ വരാം, അധ്വാനിക്കാം, സമ്പാദിക്കാം. എല്ലാവരുടെയും സുരക്ഷിതത്വം ഏറ്റെടുത്തിട്ടുള്ള ഒരു നാട്. ഇങ്ങനെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നാടിൻ്റെ ഏറ്റവും കാതലായ സന്ദേശമാണ് നമ്മളോട് പറയുന്നത്. അഹദ് അഥവാ വാക്കുകൾ പാലിക്കുക, കരാറുകൾ ലംഘിക്കാതിരിക്കുക, കൂറും നന്ദിയും കാണിക്കുക എന്നത്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ. വാക്കുകൾ പാലിക്കുന്നതിൻ്റെ, കരാറുകൾ പുലർത്തുന്നതിൻ്റെ, കൂടെ നിൽക്കുന്നതിൻ്റെ, നന്ദി കാണിക്കുന്നതിൻ്റെ, കൂറ് കാട്ടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഒന്നു മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, മക്കയിൽ നിന്ന് പൊറുതിമുട്ടി ജീവനും കൊണ്ട് ഓടിപ്പോയ പ്രവാചകരും അനുയായികളും മദീനയിൽ അവിടെ പരിശുദ്ധ ദീനിൻ്റെ വിശ്വാസവും ആചാരവും സംസ്കാരവും എല്ലാം പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ വളരുന്ന ഒരു ഉമ്മത്ത് പ്രവാചകരോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹിജ്റയ്ക്ക് മുമ്പ് മദീനയിലേക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരനായ ഖുർആനിൻ്റെ ഗുരുനാഥൻ, അദ്ദേഹത്തെ അയച്ചിരുന്നു. അദ്ദേഹത്തിലൂടെ പലരും ഖുർആൻ കേൾക്കുകയും തൗഹീദ് ഉൾക്കൊള്ളുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മക്കയിൽ പൊറുതിമുട്ടിക്കഴിയുന്ന പ്രവാചകരെ കാണാൻ പൂതി കൊണ്ടവർ ആരുമറിയാതെ ഒളിവിൽ നട്ടപ്പാതിരക്ക് വന്നു. 2 സംഘങ്ങൾ 2 തവണയായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, അവിടുത്തെ കരം നുകർന്നു, കൈപിടിച്ചു, കെട്ടിപ്പിടിച്ചു, ഇസ്ലാം പ്രഖ്യാപിച്ചു. എല്ലാ ഒത്താശകളും സഹായങ്ങളും സംരക്ഷണങ്ങളും വാഗ്ദത്തം ചെയ്തു. ഇവിടെ എങ്ങനെ വിഷമിക്കുന്ന എന്തിനാ, അങ്ങോട്ട് പോരൂ, ഞങ്ങൾ എല്ലാം നൽകാം എന്ന് ജീവൻ നൽകാൻ തയ്യാറായിക്കൊണ്ട് അവർ വാഗ്ദത്തം ചെയ്തു, ബൈഅത്ത് ചെയ്തു. അങ്ങനെ ഹിജ്റയ്ക്ക് ശേഷം അവിടെ സംഗതിവശാൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഖുറൈശികളുടെ ഒരു വലിയ കച്ചവട സംഘം ആ വഴിക്ക് കടന്നു പോവുകയാണ്. നാടും വീടും കുടുംബവും സ്വത്തും സമ്പാദ്യവും ഏർപ്പാടുകളെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോന്ന മുഹാജിറുകളുടെ മുതൽ മുഴുവൻ ഈ ഖുറൈശികളുടെ കയ്യിലാണ്. അതാണ് അവരുടെ കച്ചവട ചരക്ക്. വലിയൊരു ഭാഗം അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അവരെ തടയണം, അത് പിടിച്ചെടുക്കണം. അല്ലാതിരുന്നാൽ അതുകൊണ്ട് അതായുധമാക്കി അവർ നമ്മെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി പുറപ്പെടുകയാണ്. പക്ഷേ ഒരിക്കലും ഒരു യുദ്ധം, ഒരു സംഘട്ടനമൊന്നും കരുതിക്കൂട്ടാതെ പോയ ആ യാത്ര, ആ പുറപ്പാട് പക്ഷെ ഒരു മഹായുദ്ധത്തിലേക്ക് എത്തുകയാണ്. വിവരമറിഞ്ഞ അബൂ സുഫിയാനും സംഘവും സൂത്രത്തിൽ രക്ഷപ്പെടുകയും കച്ചവട സംഘം രക്ഷപ്പെടുകയും മുഹമ്മദിനെയും കൂട്ടരെയും നേരിടാൻ വേണ്ടി മക്കയിൽ നിന്ന് ശത്രു സൈന്യം പുറപ്പെടുകയുമാണ്. അങ്ങനെയാണ് ബദറുണ്ടാവുന്നത്. ഉദ്ദേശിച്ചതുപോലെയല്ല, ഒരു വലിയ ജീവൻ മരണ പോരാട്ടമാണ്, യുദ്ധമാണ് മുന്നിൽ എത്തി നിൽക്കുന്നത്. എന്ത് വേണം, എങ്ങനെ നേരിടണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരോട് ആലോചിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രവാചകരുടെ ഇടത്തും വലത്തുമുള്ള വൻ ശക്തികൾ അവർക്ക് ബലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്നും എന്തോ വായിച്ചെടുത്ത മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. പ്രവാചകരെ,
അൻസാറുകളുടെ അഭിപ്രായമാണോ നിങ്ങൾക്കറിയേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചു. ആമന്നാ ബിക വസദ്ദഖ്നാക്, താങ്കൾ കൊണ്ടുവന്ന സന്ദേശത്തെ ഞങ്ങൾ സത്യമായി സ്വീകരിച്ചു. വശഹിദ്നാ അന്നമാ ജീത ബിഹി വൽ ഹഖ്, താങ്കൾ കൊണ്ടുവന്ന തൗഹീദിൻ്റെ സന്ദേശമാണ് പരമമായ സത്യം എന്നതിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. അങ്ങനെ താങ്കൾക്ക് ഞങ്ങൾ വാക്കു തന്നു, ഞങ്ങൾ താങ്കളോടൊപ്പമാണ്, ഞങ്ങൾ താങ്കളെ ക്ഷണിച്ചു, താങ്കൾക്കെല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾ വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് പ്രവാചകരെ, ഫംലി യാ റസൂലല്ലാഹ് ലിമാ അറത്, എന്താണോ താങ്കൾ ഉദ്ദേശിച്ചത് അതിനുവേണ്ടി താങ്കൾ മുന്നിട്ടിറങ്ങിക്കൊള്ളുക. ഫനഹ്നു മഅക്, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ടാകും. ഫവല്ലദീ ബഅസക ബിൽ ഹഖ് ലൗ ഇസ്തഅറൽത ബിനാ ഹാദൽ ബഹറ ഫഖുൽതഹു ലഖുൽനാഹു മഅക്, അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ താങ്കളെങ്ങാനും ഞങ്ങളെയും കൊണ്ട് ഇക്കാണുന്ന കടലിലേക്ക് ഇറങ്ങാൻ, ആഴത്തിലേക്ക് ഇറങ്ങാനാണ് മെനക്കെടുന്നതെങ്കിൽ ഞങ്ങൾ താങ്കളോടൊപ്പമുണ്ടാകും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഒരു മനുഷ്യൻ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, അൻസാറുകളിൽ നിന്നും മാറി നിൽക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നേരത്തെ ചെയ്ത ബൈഅത്തിന്റെ വാക്കു കൊടുത്തതിൻ്റെ പുലർച്ചയായി സഅദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, വലഅല്ലല്ലാഹു യുരീക മിന്നാ മാ തുഖിറു ബിഹി ഐനുക്, താങ്കൾക്ക് സന്തോഷമുണ്ടാവുന്ന, കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച, രംഗം അള്ളാഹു ഞങ്ങളിലൂടെ താങ്കൾക്ക് കാണിച്ചു തരും. ഫസിർ ബിനാ അലാ ബർക്കത്തില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമായി താങ്കൾ പുറപ്പെടുക, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ധൈര്യവും കൊടുത്ത് നേരത്തെ ചെയ്ത ബൈഅത്തിന്റെ വാക്കു കൊടുത്തതിൻ്റെ പുലർച്ചയുടെ പൂർത്തീകരണം സഅദ് റളിയല്ലാഹു അൻഹു അൻസാറുകൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണ്. ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള വചനം. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിച്ചു എന്നാണ് ചരിത്രം. അവിടുന്ന് പറഞ്ഞു, സീറു വ അബ്ശിറു, നമുക്ക് പുറപ്പെടാം, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, വിജയം നിങ്ങൾക്കുള്ളതാണ്. ഇതാണ് കരാർ പാലിക്കുന്നതിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ. ഒരു യുദ്ധത്തിൻ്റെ അവസരത്തിൽ മാത്രമല്ല, അതിസങ്കീർണമായ ജീവൻ വെല്ലുവിളി ഉയരുന്ന അത്തരം സന്ദർഭങ്ങളിൽ പോലും മറ്റെല്ലാം അവഗണിച്ചുകൊണ്ട് വാക്കിന് വില കൊടുക്കുന്ന, കരാറ് പാലിക്കുന്ന ആത്മാർത്ഥമായ കൂറിൻ്റെ, കടപ്പാടിൻ്റെ, നന്ദിയുടെ ഉദാഹരണം അത് ഈമാനിൻ്റെ ഭാഗമാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ്, ഒരു സംഘടനാ സ്പിരിറ്റ് അല്ല. അതാണ് സത്യവിശ്വാസികളിൽ ഉണ്ടാവേണ്ടത്. നന്മയുടെ ഭാഗത്ത്, സത്യത്തിൻ്റെ കാര്യത്തിൽ എവിടെയും എപ്പോഴും ഉറച്ചു നിൽക്കാനും ധീരമായി തൻ്റെ നിലപാട് പ്രഖ്യാപിക്കാനും അത് പ്രവൃത്തി ഫലത്തിൽ കാണിക്കാനും സത്യവിശ്വാസിക്ക് സാധിക്കണം. എപ്പോഴും കരാറുകൾ പാലിക്കുന്ന, അള്ളാഹുവിനോടുള്ള കരാർ, മാതാപിതാക്കളോടുള്ള കരാർ, പ്രവാചകനോടുള്ള കരാർ, നേതൃത്വത്തോടുള്ള കരാർ, ഇങ്ങനെ കൂട്ടുജീവിതത്തിലെ ഒരുപാട് ബന്ധങ്ങളിലെല്ലാം വിശ്വസ്തയോടുകൂടിയുള്ള അമാനത്തിൻ്റെ, മസ്ഊലിയത്തിൻ്റെ, ഉത്തരവാദിത്വത്തിൻ്റെ വാഗ്ദാനം, കരാർ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളവരാണ്. അത് ഈമാനിൻ്റെ അർത്ഥത്തിൻ്റെ ആഴത്തിൽ ഉൾക്കൊള്ളുന്ന വലിയ ഒരു സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തിനെ സൂക്ഷിക്കുവാൻ, ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ, കരാറുകൾ പാലിക്കുവാൻ, വാക്കുകൾ പുലർന്നു കാണാൻ നമ്മുടെ ജീവിതത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ വഔഫു ബിഅഹദി ഊഫി ബിഅഹദിക്കും, അള്ളാഹുവിൻ്റെ പ്രസ്താവന, നിങ്ങൾ എൻ്റെ കരാർ പാലിക്കുക, നിങ്ങളുമായുള്ള കരാർ ഞാൻ പൂർത്തിയാക്കുന്നതാണ്. എന്താണ് അള്ളാഹുമായിട്ടുള്ള കരാർ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ. അതിനർത്ഥം ഞാൻ സാക്ഷിയാണ്. ഷഹാദത്ത്, ഞാൻ സാക്ഷിയാണ്, വെറുതെ ഉരുവിടുകയല്ല, ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കാൻ ആണ് ബാങ്ക് എങ്കിൽ, ആ അതിൻ്റെയൊക്കെ മുന്നേ ബാങ്കിൻ്റെ തുടക്കത്തിൽ ഈ ഷഹാദത്ത് കലിമയാണ്. ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ അത് തന്നെ ഏറ്റുപറയണം. ഈ വാക്തത്വത്തിൻ്റെ, ഈ കരാറിൻ്റെ വചനം ഏറ്റുപറയിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്. ജീവിതത്തിലുടനീളം അതുണ്ടാവണം. അള്ളാഹുവിനോടും പ്രവാചകരോടുമുള്ള കരാർ പാലിക്കണം. അതോടൊപ്പം മാതാപിതാക്കൾ,
തീർത്താൽ തീരാത്ത കടപ്പാടുകളുള്ളവരാണ്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നീ ഓരോരുത്തരോടുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നീ പറയണം, പ്രാർത്ഥിക്കണം, എൻ്റെ റബ്ബേ, എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ ചൊരിയണമേ. കമാ റബ്ബയാനി സഗീറ. കുഞ്ഞുനാളിൽ ഒന്നും അറിയാത്ത, ഒന്നും ഓർമ്മയിലില്ലാത്ത എന്നോട് എന്തുമാത്രം കാരുണ്യ വാത്സല്യത്തോടു കൂടിയാണ് അവർ എന്നെ പരിലാളിച്ചിട്ടുള്ളത്, പരിരക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ നീ അവരെ കാരുണ്യം കൊണ്ട് പൊതിയണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലൊക്കെ വാഹദന മിൻകും മീസാക്കൻ ഖലീല, കുടുംബ ബന്ധത്തിൻ്റെ തുടക്കമായ ആദ്യപടിയായ ദാമ്പത്യ ജീവിതത്തിലെ, വിവാഹ ജീവിതത്തിൽ ആണും പെണ്ണും ഒന്നായി ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ആ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് അതൊരാഘോഷത്തിൻ്റെ, ഒരു സൽക്കാരത്തിൻ്റെ, വിഭവങ്ങളുടെ ഒന്നുമല്ല. അതിലപ്പുറം അള്ളാഹുവുമായുള്ള ശക്തമായ മീസാക്കുൻ ഖലീൽ, പൊട്ടിച്ചാൽ പൊട്ടാത്ത, വലിച്ചാൽ പൊട്ടിപ്പോവാത്ത ശക്തമായ ഒരു കരാർ അള്ളാഹുമായി എടുത്തിരിക്കുകയാണ്. മാതാപിതാക്കളുടെ കാര്യത്തിൽ, ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യത്തിൽ എല്ലാം ഇത്ര ശക്തമായ കരാർ ഏറ്റെടുത്തിട്ടുള്ളവനാണ് സത്യവിശ്വാസി. അത് ലംഘിക്കാൻ പാടില്ല, അത് മഹാപാപമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്, പലപ്പോഴും കേട്ടതാണ്. സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മുന്നേ കടന്നുപോയ ഈ നാടിൻ്റെ രാഷ്ട്രപിതാവ്, മഹാന്മാരായ നേതാക്കൾ, ആദ്യകാലത്തെ മുന്നിൽ നടന്നവർ വലിയ ത്യാഗം വരിച്ചുകൊണ്ട് ഒന്നായി നിൽക്കാനും എപ്പോഴും മറ്റെന്തും സഹിച്ചുകൊണ്ട്, ത്യജിച്ചുകൊണ്ട് ആ ഒരുമയുടെ കരുത്തിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാട്ടുകാരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായ ഒന്നും നോക്കാതെ അതിനുവേണ്ടി മുന്നിൽ നടന്നു പോയ മഹത്തുക്കൾ, അല്ലാഹു റഹം, ആ മാതൃക സ്വീകരിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ ചില പുരുഷന്മാരെക്കുറിച്ച് ഉദാഹരിച്ച് പറഞ്ഞിട്ടുണ്ട്. റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി, ആണുങ്ങൾ അള്ളാഹുമായി ചെയ്ത കരാർ അത് സത്യസന്ധമായി പുലർത്തിയിട്ടുള്ള, പാലിച്ചിട്ടുള്ള, ലംഘിക്കാതെ കാലം കഴിച്ചു പോയിട്ടുള്ള, അതിനുവേണ്ടി ത്യാഗം വരിച്ചിട്ടുള്ള ആൺകുട്ടികൾ എന്ന് മഹാന്മാരായ ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയായിരുന്നു ഈ നാട്ടിൻ്റെ സ്ഥാപകന്മാർ, തുടക്കക്കാർ. അള്ളാഹു അവരുടെ പരലോക ജീവിതം സന്തോഷവും ശാശ്വതവുമാക്കി കൊടുക്കട്ടെ. ആ മാതൃക സ്വീകരിക്കുവാൻ, പിൻപറ്റുവാൻ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പക്ഷേ ഈ നാട്ടുകാരല്ല. നമുക്ക് കിട്ടിയ സമയം കൊണ്ട് എന്തെങ്കിലും 4 കായ് ഉണ്ടാക്കണം, അതിനുവേണ്ടി വന്നതാണ്. വേറുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന വാക്തത്വത്തിൻ്റെ, കരാറിൻ്റെ, ഈമാനിൻ്റെ, അമാനത്തിൻ്റെ ഭാഗമാണ്. എവിടെയാണോ നമ്മളുള്ളത് അവിടെയുള്ള ഉലുൽ അംറിനെ അനുസരിക്കുക, അച്ചടക്കത്തോടുകൂടി കൂറ് കാണിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുക എന്നത്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അത് പറയാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് ജന്മനാടിനപ്പുറം നമ്മുടെ പോറ്റുമ്മയായുള്ള ഈ നാട്ടിൽ, ഈ നാട്ടിൻ്റെ ഒരുമയുടെ, ശക്തിയുടെ, എല്ലാ നന്മയുടെയും മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ആവുന്ന സേവനങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ട് ത്യാഗപൂർണമായ നിലപാടുമായി ഈ നാട്ടിൻ്റെ നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അതാണ് അഹദ്, കരാറ് പാലിക്കുന്നതിൻ്റെ സന്ദേശം നമ്മളോട് പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചതാണ്. വിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. റബ്ബ് ജിഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കണം. നിർഭയമായ, സുരക്ഷിതമായ, ഭീഷണികളും ബേജാറുമില്ലാത്ത, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനും ഇസ്ലാമിൻ്റെ കാതലായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും, അതുപോലെ മാന്യമായ, മാതൃകാപരമായ ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ ലോകത്തിന് ഉയർത്തിക്കാണിക്കാനുമുള്ള സാഹചര്യം, നിർഭയമായ അന്തരീക്ഷം ഈ നാട്ടിലുണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി ജിഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ നിർഭയമായ രാജ്യമാക്കണമേ തമ്പുരാനെ എന്ന് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന, വിശുദ്ധ ഖുർആനിൻ്റെ പ്രാർത്ഥന, അത് നമ്മൾ ആവർത്തിക്കണം. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വചനമുണ്ട്. ഖിയാറു അയിമ്മത്തിക്കും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും,
നിങ്ങളുടെ നേതാക്കന്മാരെക്കുറിച്ച് പറയുകയാണ്. നേതാക്കന്മാരുടെ ലക്ഷണം എന്തായിരിക്കണമെന്ന് പ്രമാണങ്ങളിൽ ഉദാഹരണങ്ങളും പാഠങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, പലപ്പോഴും മറന്നുപോവുകയും അത് പഠിക്കാതെ വിട്ടുകളയുകയും അപ്രധാനമായും അപ്രസക്തമായും തോന്നുകയും ചെയ്യുകയാണ്. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളിൽ ഊന്നി നിൽക്കുന്ന, പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന മാതൃകാ പുരുഷന്മാരായി യഥാർത്ഥ വിശ്വാസികളായി തീരാൻ നമുക്ക് ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الأمين والعاقبة للمتقين عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരു ജനതയുടെ, ഒരു നാട്ടിൻ്റെ നന്മയെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ നേതൃത്വവും അവിടുത്തെ അനുയായികളും, പണ്ഡിതന്മാരും ഗുരുനാഥന്മാരും വിദ്യാർത്ഥികളും മുതിർന്നവരും ചെറുപ്പക്കാരും ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഖിയാറു അയിമ്മത്തിക്കും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും. നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും നല്ലവർ. എപ്പോഴാണ് നേതൃത്വം നന്നാവുന്നത്? പ്രജകളെ സ്നേഹിക്കുകയും പ്രജകൾ അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായ സ്നേഹവും ആദരവുമുള്ളവർ, അവരാണ് ഏറ്റവും നല്ല നേതാക്കൾ. വ തുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും. അവർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കിട്ടിയ തക്കത്തിന് പൊതുമുതലും മറ്റുള്ളവരുടെ അവകാശവും ഒക്കെ തട്ടിയെടുക്കുകയും സ്വന്തം വലുതാവുകയും ചെയ്യുന്ന നേതൃത്വമല്ല, മറിച്ച് അതൊന്നും അറിയാത്ത പല നാടുകളിലും നമ്മുടെ അനുഭവങ്ങളിലുമൊക്കെ കാണുന്ന അത്തരം രാഷ്ട്രീയപരമായ സാമൂഹിക ജീവിതത്തിലെ ഭരണരംഗങ്ങളിലൊക്കെയുള്ള വൃത്തികേടുകളൊന്നും അറിയാത്ത ഒരു നേതൃത്വം ഇവിടുത്തെ നാട്ടിനു വേണ്ടി, ഈ പൗരന്മാർക്ക് വേണ്ടി വിദേശികളായി വന്നുകൂടിയിട്ടുള്ള എല്ലാവരെയും അതിഥികളെ പോലെ കാണുന്ന, അവരുടെ സംരക്ഷണത്തിനു വേണ്ടി, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അധ്വാനിക്കുന്ന നേതൃത്വം, അവരാണ് ഏറ്റവും നല്ല നേതൃത്വം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർ നിങ്ങളെ സ്നേഹിക്കണം, പരിഗണിക്കണം. ഇതാണ് ഏറ്റവും നല്ല നേതൃത്വവും അനുയായികളും തമ്മിലുള്ള ബന്ധം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നേതൃത്വത്തോട് നമ്മൾ പറയണം, അൻസാറുകൾ പറഞ്ഞതുപോലെ, മുഹാജിറുകൾ പറഞ്ഞതുപോലെ, പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് അവസരങ്ങളിലും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയാനും അത് തെളിയിക്കാനും സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറിയ അവസരങ്ങളാണെങ്കിലും ആ ഒരു നിലപാടുമായി വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. اللهم إنا نسألك الخير كله عاجله وآجله ونعوذ بك من الشر كله عاجله وآجله. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وبارك في عمره وعمله. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيخ زايد والشيخ راشد وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك. اللهم اشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.